എല്ലാവർക്കും വീഗേ ടെക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ തമ്പനെയിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്നതാണ്. അപ്പൊ യൂട്യൂബ് ചാനൽസ് ഒക്കെ നടത്തുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് തമ്പനെയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് ഫോണിൽ തന്നെയാണ്. അപ്പൊ ഫോണിൽ ഒരു പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കഥാസമയം ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്കിത് ആദ്യം തന്നെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ അടിവശത്തായിട്ട് കാണുന്ന പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എഡിറ്റ് എ ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഗാലറി ലഭ്യമാവുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ നമുക്ക് നമ്മളുടെ തമ്പനെയിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തമ്പനെയിൽസിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 16:9 ആണ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നിന്ന് 16:9 എന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നമുക്കിത് ലെഫ്റ്റ് സൈഡിൽ മുകൾ വശത്തായിട്ട് കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളുടെ ഈ ഇമേജ് 16:9 എന്ന റേഷ്യോ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഫോട്ടോയാണോ നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവരുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഇത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ കുറേ ഓപ്ഷൻസുകളിൽ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് മുകളിൽ വരേണ്ട ഇമേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രൈപോഡ് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഒരു ട്രൈപോഡിൻ്റെ ബോക്സൊക്കെ ഉള്ളൊരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇതുപോലെ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഇനി ഈ ഫോട്ടോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് എന്ന ഓപ്ഷൻ ഇവിടെ അടിയിൽ നിന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വന്നതായി കാണാൻ സാധിക്കും. അവിടെ നിന്ന് പേഴ്സൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശമൊക്കെ എൻ്റെ ആ പിക്ചർ സെലക്ട് ആയിട്ടുണ്ട്. ആ റെഡ് കളർ കാണുന്നതാണ് സെലക്ഷൻ ഏരിയ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ പിക്ചർ ഒരു PNG ആക്കി എടുക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ PNG ഇമേജ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ഐകാർഡിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുകൾ വശമായിട്ട് കാണുന്ന ഈ ഒരു കണ്ണ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ പാർട്ടാണ് സെലക്ട് ആവുന്നത് കറക്റ്റ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടിവശത്ത് റൈറ്റ് സൈഡിലായിട്ട് ബ്രഷും ഇറേസറും കാണാൻ സാധിക്കും. അത് രണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ PNG ആക്കാൻ വേണ്ടി ഇട്ടിരുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ കുറച്ച് മനസ്സിലാവും. ഞാനിപ്പോൾ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്ങനെ PNG ആക്കാൻ. നിങ്ങൾ ആദ്യം വീഡിയോ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നമ്മളുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാനിപ്പം PNG ആക്കുന്നത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇതിപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മുകൾ വശത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ട്രൈപോഡ് അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ പുതിയ നടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പുതിയ ട്രൈപോഡ് അൺബോക്സ് ചെയ്തു എന്ന ടെക്സ്റ്റാണ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ട പുതിയ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുതിയ എന്നുള്ളതിൻ്റെ ഇവിടെ നമുക്കിത് ഫോണ്ട് മാറ്റാവുന്നതാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ഓക്കെ, ഇനി നമുക്ക് കളറ് മാറ്റാം റൈറ്റ് സൈഡിലോട്ട്.
ഞാനിപ്പോൾ യെല്ലോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഡാർക്ക് ആക്കണമെങ്കിൽ ഇത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് കളർ വേണമെങ്കിൽ വൈറ്റ് കളറുള്ള സ്ട്രോക്ക് ഇടാം, ബ്ലാക്ക് കളർ വേണമെങ്കിൽ ബ്ലാക്ക് കളർ ഇടാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രൈപോഡ് എന്ന് അടിച്ചു കൊടുക്കാം. നമുക്കിവിടെ സൈസ് ഈ ടെക്സ്റ്റിനെയും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ഫോണ്ടിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ ഇടുന്നുണ്ട്. സൈസിനത് ഇങ്ങോട്ട് വലിച്ചിട്ടു. ഇപ്പം നമുക്ക് ഒരു ടെക്സ്റ്റ് ഇവിടുന്ന് പോക്കണം, പുതിയ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പോക്കണം എന്നുണ്ടെങ്കിൽ ആ പുതിയ എന്നുള്ളത് നമ്മളൊന്ന് പിടിച്ചിട്ട് ഒന്ന് അവിടെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻറ്റു മാർക്ക് കാണാൻ സാധിക്കും. അതങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോയി. ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ അതങ്ങ് ടൈപ്പ് ചെയ്യാം. ഞാൻ അപ്പം ന്യൂ നടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം. പോക്കിട്ടു. ഓക്കെ, ഇപ്പം നമുക്ക് ട്രൈപോഡിൻ്റെ കളർ മാറ്റി കൊടുക്കാം. അതേമാതിരി ട്രൈപോഡ് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന കളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. വേണ്ട കളർ സെലക്ട് ഞാൻ ഇപ്പോൾ കളർ സെലക്ട് ചെയ്തു, സ്ട്രോക്കും കുറച്ച് കൊടുത്തു. ഓക്കെ, ഇപ്പം ന്യൂ ട്രൈപോഡ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അൺബോക്സിങ് എന്ന് കൊടുക്കണം. അപ്പോൾ വീണ്ടും ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ അൺബോക്സിങ് ഒന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കത് കുറച്ച് സൈസ് ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് അടിയിൽ കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സ്ട്രോക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. ന്യൂ ട്രൈപോഡ് അൺബോക്സിങ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മുകൾ വശത്ത് ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഗാലറിക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്